ഈ അടുത്ത കാലത്തൊന്നും ഇത്രയും കിടല ഒരു ബീച്ച് റിസോർട്ടിൽ താമസിച്ചിട്ടില്ല. അത് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് നല്ല മഴയും കൂടെ ഉണ്ടെങ്കിലോ. സ്ഥലം ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. അതെ, നമ്മുടെ സ്വന്തം വർക്കലയിൽ വന്നാൽ പിന്നെ വർക്കല ക്ലിഫിൽ പോകാതിരിക്കാൻ പറ്റുമോ? റമ്മ് വോഡ്ക വിസ്കി ഞാൻ ഫുഡാണ് നോക്കുന്നത്. വെള്ളം മാത്രം കുടിച്ച് ജീവിക്കുന്നത്. നീ എന്തിനാ മെനു നോക്കുന്നത്? പൊതുവെ നല്ല ഭക്ഷണങ്ങളാണ് വർക്കല ക്ലിഫിൽ കിട്ടാറുള്ളത്. കിട്ടിയ ഭക്ഷണം തട്ടി ഞങ്ങൾ വീണ്ടും ഒന്ന് നടക്കാനിറങ്ങി. പകല് കിട്ടിയ മഴയൊന്നും പോരാണ്ട് രാത്രി കോട്ടിട്ട് ഞങ്ങൾ വീണ്ടും ഇറങ്ങി. നിങ്ങളന്ന് മനസ്സിലാത്തില്ല, ഏതോ 2 തെണ്ടുകൾ ഓടുന്നത്. പക്ഷെ അത് വേറൊരു കിടിലം വൈബ് തന്നെയായിരുന്നു കേട്ടോ. രാത്രിയിൽ നല്ല മഴയുള്ള സമയം ക്ലിഫിൽ കൂടുള്ള ഒരു നടത്തം. അല്ല, മറൈൻ ഡ്രൈവ് കൊച്ചി ഇറങ്ങി പോണത് കടലിലോട്ട് ചൂട്ടിക്കിടന്നത് ബോട്ടാണോ? നീ ചിരിക്കാൻ കേട്ടോ, നീ ചിരിക്കാറാകുമ്പോ ഞാൻ പറയാം. അവന്റെ രാവിലെ എഴുന്നേറ്റപ്പം വേറെ വൈബ്. ഇന്നലെ കണ്ട വർക്കലയേ അല്ല, നല്ല തെളിഞ്ഞ ആകാശവും നീലക്കടലും ഒക്കെ ആയിട്ട് നല്ല വെയിലുള്ള വൈബ്. പൊതുവെ ക്വയറ്റ് ആയിട്ടുള്ള സ്ഥലത്താണ് ഈ റിസോർട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല പ്രൈവസിയും ഉണ്ട്. രാവിലെ കറങ്ങാൻ ഇറങ്ങിയപ്പോൾ കണ്ട ഒരു ചെറിയ കടയിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറി. വെള്ളം കൊണ്ടുവന്നാൽ ഞാൻ വിചാരിച്ചു ആയുർവേദമൊക്കെ ഇട്ട് തിളപ്പിച്ച മഞ്ഞ വെള്ളമാണെന്ന്. സംഭവം അതല്ല, ഇത് കണ്ടോ, മഞ്ഞ റൂഫാണ്. കൊള്ളാം. തിരിച്ചു വന്ന് കുറച്ചു നേരം സ്വിമ്മിംഗ് പൂളിൻ്റെ സൈഡിൽ നിന്ന് കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ നിന്നു. ആ കാണുന്നതുണ്ടോ, ഇതിവിടുത്തെ നമ്മൾ ഫുഡൊക്കെ കഴിക്കുന്ന സ്ഥലം കേട്ടോ. അവിടെ നിന്നുള്ള വ്യൂ കണ്ടോ, കടലിൻ്റെ നല്ല പൊളി വ്യൂ. നമ്മൾ നിന്നതോ അവിടെ ആ കാണുന്ന റൂമിലായിരുന്നു കേട്ടോ. പിന്നെ ഇത് ഇങ്ങേ അറ്റത്താണ് ഇതിൻ്റെ ഏറ്റവും കിടിലൻ വ്യൂ വരുന്ന റൂം. നല്ല 360 ഡിഗ്രി വ്യൂ ഒക്കെ കിട്ടും. ബെല്ല കാസ, ഇതാണ് നമ്മൾ നിന്ന റിസോർട്ടിൻ്റെ പേര്. കംപ്ലീറ്റ് തേങ്ങാസാണ്. തേങ്ങാസ് സൂക്ഷിച്ചില്ലെങ്കിൽ അയ്യോ. ശാന്തസുന്ദരമായ സ്ഥലം അല്ലേ. ഇവിടെങ്ങും ആരും ഇല്ല. അതുണ്ടോ, അതപ്പോൾ വെയിറ്റ് ഉണ്ട്, എറിയുമ്പോൾ വെയിറ്റ് ഉണ്ടോ? ഓ, വലിയ ബോൾട്ട് അല്ലേ. ആ, ഓക്കെ ഓക്കെ. എറിയുമ്പോൾ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഉച്ചയ്ക്ക് അപ്രതീക്ഷിതമായ നല്ലൊരു കിടിലൻ ലഞ്ചും തട്ടി നേരെ തിരിച്ചു വിട്ടു. റിസോർട്ടിൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പോൾ ഓക്കെ, ബൈ.